പക്ഷേ വളരെ വിചിത്രമെന്ന് പറയട്ടെ, നിയമസഭയിൽ പുറത്തുന്നയിച്ച ഗൗരവത്തോടെ ഈ ആക്ഷേപം ഉന്നയിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിനുണ്ടായില്ല. അതുകൊണ്ട് അടിയന്തര പ്രമേയം ഉന്നയിക്കാനേ മെനക്കെട്ടില്ല പ്രതിപക്ഷം. വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. പുറത്ത് മത്സരിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വാർത്താ സമ്മേളനം നടത്തിയ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അത്ര ഗൗരവത്തിലെടുത്തൊരു കാര്യം എന്ന നിലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുക അടിയന്തര പ്രമേയമായിട്ട് വരുമെന്നാണല്ലോ. ഉണ്ടായില്ല. പിന്നീട് നന്ദിപ്രമേയ ചർച്ചയിൽ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യവും ഉന്നയിച്ചത്. സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുത്ത് ഉന്നയിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന സ്ഥിതിയുമായി. അപ്പോൾ അതോടുകൂടി തന്നെ ഏറെക്കുറെ നിങ്ങൾക്കെല്ലാവർക്കും കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം എല്ലാവർക്കും, ഇനി അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു. നിങ്ങളൊക്കെ ഒന്ന് അധ്വാനിച്ച് നോക്കിയതാണ് പലരും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇനി എത്ര അധ്വാനിച്ചിട്ടും കാര്യമില്ല, കളക്കാൻ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി. അത് പിന്നീടുള്ള വാർത്തകളൊക്കെ കണ്ടാൽ നമുക്ക് കാണാം. പിന്നെ ഒറ്റയടിക്ക് കൈവിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശെ. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ രണ്ടുപേരെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം എന്ന്. എൻ്റെ ശുപാർശയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന അറിയാം. പക്ഷെ പറഞ്ഞിരുന്നു നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ഉന്നയിച്ചതിനാവട്ടെ വളരെ വിശദമായി എണ്ണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. അതോടുകൂടി മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട് നിസ്സഹായരായിട്ടിരിക്കുകയായിരുന്നില്ലേ പ്രതിപക്ഷം നിയമസഭയിൽ? തിരിച്ചൊരു കാര്യം ചോദിക്കാൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു പ്രതിഷേധ സ്വരം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ പ്രതിപക്ഷത്തിന് ആ മറുപടിയുടെ മുമ്പിൽ നിരായുധരും നിസ്സഹായരുമായി മാറേണ്ടി വന്നു. അതോടെ കാര്യം എല്ലാവർക്കും വ്യക്തമായി. ഇപ്പോ അഴിമതിയെക്കുറിച്ച് മിണ്ടുന്നില്ല. അഴിമതിയെക്കുറിച്ചിപ്പോൾ മിണ്ടാട്ടമില്ല. എന്തായാലും ഇപ്പൊ പറയുന്നത് ജലചൂഷണത്തെക്കുറിച്ചാണ്. അതിനും മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പാലക്കാട്ടാണല്ലോ, പാലക്കാട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ബാക്കി ചില കാര്യങ്ങളിലേക്ക് കൂടി വരാം. എന്താണ് പറയുന്നത്? അങ്ങേയറ്റം തെറ്റായ പ്രചരണം ആസൂത്രിതമായി പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയാണ്. ഭൂഗർഭ ജലചൂഷണം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം അസന്നിഗ്ധമായി ഒരു സംശയത്തിനും ഇടയില്ലാതെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തുള്ളി ഭൂഗർഭജലം ഈ പ്ലാന്റിന് വേണ്ടി എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു പ്രപ്പോസലിനല്ല സർക്കാർ അംഗീകാരവും നൽകിയിട്ടുള്ളത്. ഇതറിയാത്തതുകൊണ്ടല്ല, ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്, മുഖ്യമന്ത്രി വിശദമായി പറഞ്ഞതാണ്. ഒരു തുള്ളി വെള്ളം ഇതിനെടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണപ്രചരണം നടത്തുന്നത് കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ പ്രപ്പോസൽ വന്ന സമയത്ത് തന്നെ ഇക്കാര്യം ഉറപ്പുവരുത്തണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചിരുന്നു. ഭൂഗർഭജലം എടുക്കില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാനാണ് നിഷ്കർഷിച്ചത് എങ്ങനെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കണ്ടെത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്ന്. ഇപ്പൊ പ്ലാച്ചിമട്ടയുടെയൊക്കെ പേരിൽ പ്രതിപക്ഷ നേതാവൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടു.
എനിക്കത് കേട്ടപ്പോൾ വലിയ തമാശയും ചിരിയാണോ വന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാം സമരത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നവരാണ്. അന്ന് ഡിവൈഎഫ്ഐ ആണ് പ്ലാച്ചിമട മുതൽ പാലക്കാട് കലക്ടറേറ്റ് വരെ 21 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല നടത്തിയത്. ഇവരാരെങ്കിലും നിങ്ങൾ സമരത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു ലജ്ജയും ഇല്ലാതെ ഇപ്പൊ പ്ലാച്ചിമട സമരത്തിന്റെ അവകാശവാദമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു ലജ്ജയുമില്ല, അസത്യം പറയുന്നതിന് ഒരു മനസാക്ഷിക്കുത്തുമില്ല. ഞങ്ങൾ ആ സമരത്തിൽ ഉണ്ടായിരുന്നവരല്ലേ, കേസിൽ പ്രതികളായിട്ടുള്ളവരല്ലേ. ഞങ്ങളെല്ലാം കേരളത്തിൽ മന്ത്രിമാരായിട്ടിരിക്കുമ്പോൾ ആ സമരത്തിൻ്റെ സത്തയ്ക്ക് വിരുദ്ധമായ ഒരു നടപടി സ്വീകരിക്കുമോ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇവർക്കും അറിയാമല്ലോ. അപ്പൊ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഉറപ്പിച്ച ശേഷമാണ് ഈ പ്രപ്പോസലിന് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഒരു തുള്ളി ഭൂഗർഭജലം ഊറ്റില്ല എന്നതാണ്. രണ്ട്, ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്നും ഒപ്പം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ മഴവെള്ള കൊയ്ത്തിലൂടെയും ആയിരിക്കും സംഭരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടാണ് അനുമതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കണം പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങൾ. അത് പറഞ്ഞ ആളുകളെ ഇളക്കിവിടാൻ ശ്രമിക്കരുത്. അത് പറഞ്ഞ് ഈ നാട്ടിൽ അനേകായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന പദ്ധതികളെ മുടക്കാൻ ശ്രമിക്കരുത്. ഇതൊരു പദ്ധതിയാണ്, ഇനി അനേകം പദ്ധതികൾ വരാനിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ കോറിഡോർ വരികയാണ്. 1300 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് വ്യവസായ ഇടനാഴിക്ക് വേണ്ടി മുടക്കിയിട്ടുള്ളത്. 10,000 പേർക്ക് പ്രത്യക്ഷത്തിൽ തൊഴിൽ കിട്ടുന്ന വ്യാവസായിക മുന്നേറ്റത്തിന് പാലക്കാട് കളമൊരുങ്ങി നിൽക്കുമ്പോൾ ഇതൊക്കെ നാടിനെ നശിപ്പിക്കുന്ന പ്രവൃത്തിയും പ്രചരണമാണ്. അല്പമെങ്കിലും ഉത്തരവാദിത്വം നാടിനോടുണ്ടെങ്കിൽ ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിച്ച് നാട്ടിൽ ആരെങ്കിലും മുതൽ മുടക്കാൻ വരുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചോടിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അതാണ് പ്രശ്നം. ഇതൊരു ഒരു കമ്പനിയുടെ ഒരു പ്ലാന്റിന്റെ മാത്രം പ്രശ്നമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള പ്രപ്പോസലുകൾ വന്നാൽ അതിനും അംഗീകാരം കൊടുക്കും എന്ന്. ഒരു ഇഞ്ച് ഈ ഇത്തരം നിക്ഷേപ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന സമീപനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്മാറില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ അതിനെയൊക്കെ ഭയന്ന് ശരിയായ നടപടികളിൽ നിന്ന് പിന്മാറുമെന്നാണോ ഇവർ കരുതുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ശരിയായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിന് നിയമസഭയിൽ കാണാം എന്ന് പറഞ്ഞല്ലോ. നിയമസഭയിൽ നിരായുധരായിട്ടിരുന്നത് പ്രതിപക്ഷമല്ലേ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ? എന്നിട്ട് നാട്ടിൽ തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞതാണ്. എത്ര പരിഹാസ്യവും ബാലിശവുമായ ആരോപണമാണ് ഉന്നയിച്ചത്. ഇപ്പോഴും ഒരു ദീനവിലാപം പോലെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻഡർ ഉണ്ടോ എന്ന്. ഇതൊക്കെ ഉന്നയിക്കുന്ന ആളുകളെ കുറിച്ചുണ്ടാവുന്ന ഒരു ധാരണ എന്താണെന്ന് ആളുകൾ എന്ത് വിചാരിക്കുമെന്നെങ്കിലും കരുതണ്ടേ. ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുക്കുന്നത്? ആണോ? കേരളത്തിൽ ഇതിനു മുമ്പ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറി, 8 ബ്ലൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട്. 10-ൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്താണ്. 2 ഡിസ്റ്റിലറിയാണ് CPM അധികാരത്തിലിരിക്കുമ്പോൾ കൊടുത്തിട്ടുള്ളത്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ കാലത്താണ്. ഇതിലേതെങ്കിലും ഒന്ന് ടെൻഡർ വിളിച്ചിട്ടാണോ കൊടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടോ? ഞാനൊരു തിരിച്ചാരോപണം ഉന്നയിക്കുകയല്ല, അങ്ങനെ ഒരു നടപടിക്രമം ഇല്ല. ഇതൊരു വ്യവസായമാണ്. വ്യവസായങ്ങൾ ആരംഭിക്കുന്ന ടെൻഡർ വിളിച്ചിട്ടാണ്. റോഡ് നിർമ്മാണത്തിന് ശരിയാണ് ടെൻഡർ വിളിക്കണം. കാരണം സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് അത് നിർമ്മിക്കാൻ ആരാണോ മുന്നോട്ട് വരുന്നത് അവർക്കാണ് കൊടുക്കുക. അത് കണ്ടെത്താനാണ് ടെൻഡർ വിളിക്കുന്നത്. ഇത്
ഒരു സംരംഭകൻ വരുന്നു, അയാളുടെ ഭൂമി, അയാൾ നടത്തുന്ന നിക്ഷേപം, അയാളുടെ പണം, അതിൽ ടെൻഡർ വിളിക്കണം എന്ന് പറഞ്ഞാൽ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയാത്ത വാദമല്ലേ ഇത്? അതുകൊണ്ടാണ് ഇപ്പോൾ ടെൻഡർ ഉണ്ടോ എന്ന ചോദ്യം ഇങ്ങനെ ഒരു ദീനവിലാപമായി ചുരുങ്ങി വന്നത്. പറഞ്ഞു പോയി ആദ്യം. ഇനി ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു, ടെൻഡറിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. അപ്പൊ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇതാരും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഈ അനുമതി കൊടുത്തു എന്നാണ് ശ്രീ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനൊക്കെ പറയുന്നത്. മദ്യനയം 22-23 ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. 23-24 ഖണ്ഡിക 24 ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം പ്രസ്താവനയെക്കുറിച്ച് പോലും ഒരു ഓർമ്മയില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അദ്ദേഹം വിശദമായിട്ടുള്ള പ്രസ്താവന തന്നെ ഈ സ്പിരിറ്റ് നിർമ്മാണം അനുവദിക്കുന്നതിനെതിരെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് രഹസ്യമായിട്ടൊന്നും ചെയ്ത കാര്യമല്ല. ഗവൺമെൻറ് ഇക്കാര്യം നേരത്തെ തന്നെ നയത്തിലൂടെ പ്രഖ്യാപിച്ചതാണ്. ആ നയത്തിലൂടെ പ്രഖ്യാപിച്ചത് നടപ്പാക്കുകയാണ് ചെയ്തത്. അത് സർക്കാരിനെതിരുള്ള അധികാരമില്ലേ? സർക്കാരിൻ്റെ നയം നടപ്പാക്കാനല്ലേ സർക്കാർ ഇരിക്കുന്നത്. ഞങ്ങൾ പ്രഖ്യാപിച്ച നയം നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ നയം പ്രഖ്യാപിച്ച സമയത്ത് അതിനെ എതിർത്ത് പ്രസ്താവന ഇറക്കിയ ആളുകൾ ഇപ്പം പറയുകയാണ് ആരും അറിഞ്ഞില്ല എന്നതാണ്. അന്ന് മാധ്യമങ്ങൾ പലരും ഈ വാർത്ത പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നല്ലോ. എൻ്റെ കൈവശം ആ വാർത്ത, അന്ന് കൊടുത്ത വാർത്തയൊക്കെ ഉണ്ട്. ആരും അറിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അന്ന് കൊടുത്ത വാർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം, ഇപ്പം അറിഞ്ഞില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളും ഒന്നാം പേജിൽ വാർത്ത കൊടുത്തവരാ. കടലാസ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തപ്പിയെടുക്കലാണ് പ്രയാസം. അപ്പോൾ ഈ പ്രചരണം വസ്തുതാപരമായിട്ടുള്ള പ്രചരണമല്ല. ഇപ്പം നേരത്തെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിനും അറിയാവുന്നതാണ്, മാധ്യമങ്ങൾക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതിൽ ഒരു തരത്തിലും ഇക്കാര്യത്തിൽ ഈ ആരും അറിഞ്ഞില്ല എന്ന വാദവും പൊളിഞ്ഞ് പാളീസായി പോകുന്ന വാദമാണ്. കാരണം ഇവർ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? ഇവർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. എഡിറ്റോറിയലും മാധ്യമങ്ങളെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു എഡിറ്റോറിയൽ മാത്രം ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇത് കേരള കൗമുദിയുടെ എഡിറ്റോറിയലാണ്. പുതിയ മദ്യനയം നടപ്പാക്കണം. ഗവൺമെൻറ് പ്രഖ്യാപിച്ച മദ്യനയത്തെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയൽ പറയുന്നത് ഇതാണ്. ആ മദ്യനയം വന്ന സമയത്തുള്ള എഡിറ്റോറിയലാണ്. ആ എഡിറ്റോറിയലിൽ പറയുന്ന കാര്യം ഇതാണ്. അതിൻ്റെ പേരിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യബോധമുള്ള മദ്യനയം നടപ്പാക്കുന്നതിൽ നിന്ന് LDF സർക്കാർ പിന്നാക്കം പോകരുത്. ആവശ്യമായ ഇളവുകളോടുകൂടി പുതിയ മദ്യനയം നടപ്പാക്കാനാണ് സർക്കാർ തയ്യാറാവേണ്ടത്. ഇപ്പോൾ ആരും അറിയാത്ത കാര്യമാണ്. പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, ഒന്നാം പേജ് വാർത്തയും കൊടുത്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും ഒന്നാം പേജ് വാർത്ത കൊടുത്തതാണ്. വലിയ പ്രഖ്യാപനമായിട്ട്
അന്ന് തന്നെ മാധ്യമങ്ങൾ കണ്ടതാണ്. അപ്പോൾ ചില മാധ്യമങ്ങൾ എഡിറ്റോറിയലിലൂടെ ആവശ്യപ്പെട്ടതുപോലെ യാഥാർത്ഥ്യബോധമുള്ള മദ്യനയം നടപ്പാക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ രഹസ്യം ആരും അറിഞ്ഞില്ല എന്ന വാദമൊക്കെ പൊളിഞ്ഞല്ലോ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലേക്ക് ഇനി വരാം. ഇപ്പോൾ അതാണല്ലോ അവശേഷിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇൻ്റർവ്യൂ വരെ കൊടുത്തു കളഞ്ഞു ഒരു പത്രം. പഞ്ചായത്തിനോട് ചോദിച്ചില്ല, പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന്. കേരളത്തിൽ സാധാരണ ഒരു വ്യവസായം വരുമ്പോൾ ആദ്യം പഞ്ചായത്തിൻ്റെ സമ്മതം നോക്കിയിട്ടാണ് ആരംഭിക്കുക. പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമുള്ള ചില ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടത്തിലാണ് അത് ചോദിക്കുക. ഇവിടെ 23/1/2025 ഇത് വാട്ടർ അതോറിറ്റിയുടേതാണ്. നേരത്തെ ഇപ്പം ഇന്നൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചായത്തിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളത് അല്ലേ? KSIDC അതെ 14. എന്നിട്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഈ കള്ളം പറയിപ്പിച്ചത് ആരാണ് ഈ കള്ളം പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചത്? ഒരു വർഷം മുമ്പ് പഞ്ചായത്തിനെ ഇക്കാര്യം അറിയിക്കുകയും പഞ്ചായത്തിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ട് എത്ര കൂസലില്ലാതെയാണ് ഈ കള്ളം പ്രചരിപ്പിച്ചത്. ഇന്ന് വന്ന കത്തെന്താ? ഇന്ന് മലമ്പുഴയിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. അല്ല, ഇത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് മറ്റു കൊടുത്തിട്ടുള്ള കത്താണ്. മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്ര WSS വഴി ജലം നൽകുന്നത് കൊണ്ട് ഈ ഡിവിഷന് കീഴിലുള്ള പദ്ധതികൾക്ക് യാതൊരുവിധ ആശങ്കകളും ഇല്ലെന്ന് അറിയിക്കുന്നു. മനസ്സിലായില്ലേ? അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാപമല്ല എന്ന്. എന്തെല്ലാം വിചിത്രമായ വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യവസായത്തിന് പിന്നെ വെള്ളം വേണ്ടേ? വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ലേ? ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ വെള്ളം വ്യവസായ ആവശ്യത്തിന് കിൻഫ്ര കൊടുക്കുന്നുണ്ടല്ലോ. കിൻഫ്രയിൽ ഇപ്പോൾ 1 ദശലക്ഷം ലിറ്റർ വെള്ളം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. 1 ദശലക്ഷം ലിറ്റർ പ്രതിദിനം, 1 ദശലക്ഷം ലിറ്റർ വെള്ളം ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ. ഇവിടെ ഈ പ്രപ്പോസലിൽ 5 ഏക്കർ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് പറയുന്നുണ്ട്. ഭൂഗർഭജലം ഇപ്പോൾ ഊറ്റുന്നുണ്ടോ അവിടെ ഏതെങ്കിലും വ്യവസായത്തിന് വേണ്ടിയിട്ട്? ഒരു വ്യവസായത്തിന് അത് ഊറ്റുന്നില്ലല്ലോ, ഒരു തുള്ളി എടുക്കുന്നില്ലല്ലോ. എങ്ങനെയാണ്? മലമ്പുഴയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെയും വെള്ളം എടുക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി പറഞ്ഞത്. കിൻഫ്രയ്ക്ക് വെള്ളം കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മറ്റു വ്യവസായങ്ങൾക്ക് എന്നതുപോലെ ഇവർക്കും വെള്ളം കൊടുക്കാൻ തടസ്സമില്ല എന്ന കാര്യമാണ്. ഇനി ഈ കിൻഫ്രയുടെ പ്രപ്പോസ് പ്രോജക്റ്റിൻ്റെ വിവരങ്ങളുണ്ട്. അവർ വിഭാവനം ചെയ്യുന്നത് 18.50 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം വേണ്ടി വരുമെന്നാണ്. കിൻഫ്ര വികസനം വരുമ്പോൾ 18.5 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം, അതിൻ്റെ 30% റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ കണ്ടെത്തുമെന്നാണ്. കിൻഫ്ര പാർക്കിൽ അങ്ങനെയാണ് ഇപ്പോൾ വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ മഴവെള്ള കൊയ്ത്തിനെ കുറിച്ചൊക്കെ സംശയം പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ആ സംശയം പ്രചരിപ്പിക്കുന്ന ആളുകളോട് എനിക്കൊരു അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ മാധ്യമങ്ങളൊക്കെ ഈ വേറെ ഏതൊക്കെ പറമ്പ് കാണിച്ചിട്ട് ഇവിടെയാണ് ഡിസ്റ്റിലറി വരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നതിന് പകരം ഒരു കോളേജിൻ്റെ കെട്ടിടമൊക്കെ കാണിച്ചിട്ട് ഇവിടെയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പോയി കാണേണ്ട ഒരു സ്ഥലം, ഒരു പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണല്ലോ പാലക്കാട്ടെ അഹല്യയുടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഒന്ന് പോയി കാണണം.
33 കോടി ലിറ്റർ വെള്ളമാണ് ഒരു വർഷം സംഭരിക്കുന്നത്. 33 കോടി ലിറ്റർ. ഇതിന് വിദേശത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഇതാ നിങ്ങൾ പോയതിൽ നിന്ന് കുറച്ച് ഏതാനും കിലോമീറ്ററുകൾ കൂടി പോയാൽ അഹല്യയിൽ കാണാൻ പറ്റുമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്ന സ്ഥലമാണത്? എങ്ങനെ ഒരു മുട്ടപ്പറമ്പായി കിടന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഇത്തരം മാതൃകകൾ ഉണ്ടായിരിക്കുമ്പോൾ അത് തമസ്കരിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയുമാണോ ചെയ്യേണ്ടത്? അതാണോ ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു തുള്ളി ഭൂഗർഭജലം അവിടെ നിന്ന് എടുക്കുന്ന പ്രശ്നമില്ല. അതും പറഞ്ഞുകൊണ്ട് ചിലരിപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ ചിലർ സമരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. ഇല്ലാത്ത പ്രശ്നം പറയുക, ആളെ കൂട്ടുക, സമരസമിതി ഉണ്ടാക്കുക, കാശ് പിരിക്കുക, ഹൈക്കോടതി കേസ് കൊടുക്കാൻ എന്ന് പറയുക, ഇങ്ങനെയൊക്കെ ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് കുറേ പേര്. അവരൊന്നും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കണ്ട. ഇല്ലാത്ത പ്രശ്നത്തെ മുൻനിർത്തിയിട്ടൊരു സമരവും അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അഴിമതിയുടെ കാര്യം. ആർക്കാണ് ഈ അഴിമതി എത്ര ശീലമുള്ളത്? മുഖ്യമന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ജനിതക സവിശേഷതയാണെന്ന് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ ഡൽഹി മദ്യനയ കേസിന് തുല്യമാണിത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഡൽഹി മദ്യനയ കേസിനെ കുറിച്ച് 2023 മെയ് 18 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വാർത്തയിലെ ഒരു വാചകം ഞാൻ വായിക്കാം. ഡൽഹി മദ്യനയ കേസിനെ കുറിച്ചാണ്. ഡിസ്പൈറ്റ് ബീയിങ് എൻ MLA ഓഫ് ശിരോമണി അകാലി ദൾ, in March 2018 he got a significant chunk of liquor vents in Punjab when the Congress ruled the state. ആര്? ഒയാസിസിൻ്റെ ഈ ഉടമ, ഒയാസിസ് ഉടമ ശിരോമണി അകാലിദളിൻ്റെ MLA ആണ്. പക്ഷേ ശിരോമണി അകാലിദളിൻ്റെ MLA ആണെങ്കിലും he got a significant chunk of liquor vents in Punjab when the Congress ruled the state. കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് എന്നുള്ളതാണ്. ഒയാസിസിനെ ആരാണ് സഹായിച്ചതെന്നുള്ളതിന് കൂടുതൽ തെളിവാണെങ്കിൽ തരാം. മധ്യപ്രദേശിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഒയാസിസിന് പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി കൊടുക്കുന്നത്. പിന്നെ പ്രധാന പ്ലാന്റ് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിൽ ലൈസൻസ് ലഭിക്കുന്നത് 2000-ലാണ്, 25 കൊല്ലം മുമ്പ് ഒയാസിസിന്. അന്ന് മുഖ്യമന്ത്രിയുടെ പേര് ദിഗ്വിജയ് സിംഗ് എന്നാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ ശ്രീ VD സതീശന് ദിഗ്വിജയ് സിംഗിനോട് ചോദിക്കാം എത്ര കിട്ടി എന്ന്. മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കാവുന്നതാണ്. ഹരിയാനയിലാണ് പിന്നൊരു പ്ലാന്റ് ഉള്ളത് ഒയാസിസിൻ്റെ. 2012-ലാണ് അതിന് അനുമതി കൊടുത്തത്. അനുമതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് നേതാവ്. അപ്പോൾ ഹരിയാനയിലും മധ്യപ്രദേശിലും പഞ്ചാബിലും 3 സ്ഥലത്തും ഇവരുടെ പ്ലാന്റിന് അനുമതി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ. അവിടെ ആവാം, ഇവിടെ വരുമ്പോൾ അനുവദിക്കില്ല എന്നതാണ് അവസരവാദം, ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പിന്നെ 9.26 കോടി ലിറ്റർ മദ്യമാണ്, സ്പിരിറ്റാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയത്. 9.26 കോടി ലിറ്ററാണ്. ഈ സ്പിരിറ്റ് മുഴുവൻ പ്രധാനമായിട്ടും വരുന്നത് എവിടുന്ന? ഇത് വരുന്നത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. മധ്യപ്രദേശിൽ നിന്ന് ഒയാസിസും സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. 43 കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത്. 43 കമ്പനികൾ. കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ്. അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതല്ല, അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം. ഹർഷ ഷുഗേഴ്സിൻ്റെ
ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ. ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ. ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യക്കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ? MLA ബെൽഗാവി ഗ്രാമീൺ, മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ്, മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനി ഉടമ. സ്പിരിറ്റ് കമ്പനി ഉടമയ്ക്ക് വനിതാ ശിശുക്ഷേമം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് കോൺഗ്രസിന് ഉത്തമ വിശ്വാസമുണ്ട്. ഇപ്പോ ഇനി ഈ കമ്പനിയുടെ MDയുടെ പേര് ചന്നാരാജ് ബി ഹട്ടിഹോളി. എന്താണ് വെബ്സൈറ്റിൽ, കമ്പനി വെബ്സൈറ്റിൽ ഈ ചന്നരാജ് ബി ഹട്ടോളിയുടെ സ്ഥാനം MLC ബെൽഗാവി. MLA മറ്റേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലല്ല, അവരുടെ ഉപരിസഭയിൽ അംഗമാണ്. ഇനി തീർന്നില്ല, നമ്മുടെ പുതിയ MLA ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, നിയമസഭയിൽ വലിയ പ്രസംഗമൊക്കെ നടത്തിയതായിട്ട് കണ്ടു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. ഈ ലക്ഷ്മി ഹെബ്ബൽക്കറിന്റെ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ. ആ ഡയറക്ടറുടെ പേര് മൃണാൾ ഹെബ്ബൽക്കർ. ഇനി ആരാണ് ഈ വിദ്വാൻ എന്നറിയണം. യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. വെബ്സൈറ്റിൽ വിവരമാണ്. യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇതൊന്നും ഞാൻ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ഞാൻ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മാധ്യമങ്ങൾ സഹായിക്കുന്നതാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ പണ്ടാണെങ്കിൽ മാധ്യമങ്ങൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവരുമായിരുന്നതാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് MLC MDയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ശ്രീ VD സതീശൻ, രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ? സ്പിരിറ്റ് മാത്രമല്ലല്ലോ കൊണ്ടുവരുന്നത്, കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത്. അപ്പം അവർക്ക് കുറച്ച് വിഷമം കാണും. അതുകൊണ്ടാണ് അവർ ഇത്ര ഹാലിളകിയ മട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രഹസ്യം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുമായിരുന്നതേ ഉള്ളൂ. 1 കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര. 1 കോടി ലിറ്റർ, 9.26 കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം വന്ന സ്പിരിറ്റ്. ഈ റാഡിക്കോ മഹാരാഷ്ട്രയെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്ത ഞാൻ പറയാം. പൊളിറ്റീഷ്യൻസ് ആൻഡ് ലിക്വർ എ യുണീക്ക് ബ്ലൻഡ് എന്ന തലക്കെട്ടിലാണ് വാർത്ത. അതിൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ മദ്യക്കമ്പനി ബന്ധങ്ങളുടെ വിശദാംശങ്ങളുണ്ട്. അതിൽ പറയുന്നു, റാഡിക്കോ NV ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരുദത്ത എന്ന അമിത് പാൽവെ. അതാണ് ചാരുദത്ത എന്ന അമിത് പാൽവെ. അദ്ദേഹം തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസുകാരോട് സമ്മതിച്ചിട്ടുണ്ട്. ആരാണ് ഈ ചാരുദത്ത എന്ന അമിത് പാൽവെ? നിലവിൽ മഹാരാഷ്ട്രയിലെ BJP മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ്. BJPക്കാർ പാവം കുറെ സ്ത്രീകളെ കൊണ്ട് കുടം ചുമന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിച്ചിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ചെലവ് ഇവരാരെങ്കിലും കൊടുത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പങ്കജ മുണ്ടെ മന്ത്രിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്, BJPയുടെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനിയുണ്ട്. പ്രധാനപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമന്ത് ബാലാസാഹേബ് പട്ടേൽ. 2019 കർണാടകയിലെ സർക്കാരിനെ അട്ടിമറിച്ച BJP നീക്കത്തിൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്ന MLA ആണ്.
കോൺഗ്രസ് ആയിരുന്നു, കാലുമാറി BJP ആയി. അദ്ദേഹമാണ് അദാനി ഷുഗേഴ്സിൻ്റെ ചെയർമാൻ. കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി ഷുഗേഴ്സ്. ഈ ലിസ്റ്റ് മുഴുവൻ പറഞ്ഞില്ല, 43 എണ്ണത്തിൽ 3 എണ്ണത്തിൻ്റെ പ്രധാനപ്പെട്ടതിൻ്റെ പറഞ്ഞുള്ളൂ. ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ബാക്കി നിങ്ങൾക്ക് വിട്ടിരുന്നു. ഇത്രയൊക്കെ ക്ലൂ തന്നാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കൂ. ഈ ലിസ്റ്റ് വന്നാൽ അറിയാം എന്താണ് ഈ കോൺഗ്രസും BJPയും കടന്ന് ഇത്ര വെപ്രാളപ്പെടുന്നതിൻ്റെ കാര്യമെന്ന്. നാട്ടുകാരെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ പിന്നെ മാധ്യമങ്ങളുടെ കാര്യം കൂടി ഇന്ന് പറയാതെ പറ്റില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും കാര്യം മനസ്സിലായി, അവരുപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യം. ഞാനൊരു കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം മാധ്യമങ്ങൾ എടുത്ത സമീപനം എന്താ? കേരളത്തിൽ ഒന്നാമത്തെ പത്രം ആദ്യം കൊടുത്ത വാർത്ത ശരിയായ വാർത്തയാണ്. ഈ തീരുമാനത്തിൻ്റെ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഒന്നാമത്തെ പത്രത്തിൽ വന്നത്. കമ്പനി വാഗ്ദാനം വർഷം 18 കോടി ലിറ്റർ എത്തനോൾ. അതാണ് ഇത്. പ്രധാനമായും സ്പിരിറ്റും എത്തനോളും നിർമ്മിക്കുന്ന പ്ലാന്റാണ്. ബാക്കി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബ്രൂവറിയും പിന്നീട് വരുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇത് സ്പിരിറ്റും എത്തനോളുമാണ്. ഇത് രണ്ടും വ്യാവസായിക ഉൽപ്പന്നമാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെയും ഓർമ്മ ഈ മദ്യം എന്ന് മാത്രമാണ്. മദ്യത്തിന് മാത്രമല്ലല്ലോ സ്പിരിറ്റ് ഉപയോഗിക്കുന്നത്, പല വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച നയമാണ് പെട്രോളിൽ എത്തനോൾ കലർത്തണം എന്നത്. 5% 2030 ആകുമ്പോഴേക്ക് 20% ആയിട്ട് ഉയർത്തണം എന്ന് കാണുന്നു. ഇപ്പോൾ വൻതോതിൽ ഡിമാൻഡ് വരികയാണ്. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ മദ്യക്കമ്പനികളിൽ നിന്നുള്ളതിനേക്കാൾ ഡിമാൻഡ് വരുന്നത് പെട്രോളിയം കമ്പനികളിൽ നിന്നാണ് എത്തനോളിന്. സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് എത്തനോൾ എന്നത്. അപ്പം ആ വ്യാവസായിക സാധ്യത കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം അതെല്ലാം കണ്ടിട്ടാണ് എത്തനോൾ നിർമ്മാണ പ്ലാന്റാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ 3-4 ഘട്ടങ്ങളിലായിട്ട് മദ്യവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മദ്യം ഇവിടെ ഉപഭോഗം ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ കുടിക്കാം, പക്ഷെ ഉണ്ടാക്കരുത്. അങ്ങനെ ഒരു വിശുദ്ധിയുണ്ട്. പുറത്തുനിന്ന് വാങ്ങിയിട്ട് മാത്രമേ കുടിക്കാവൂ എന്നൊരു വിശുദ്ധിയുടെ പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. അപ്പം മദ്യ അവസാന ഘട്ടത്തിൽ വരുന്നതാണ്. പ്രധാനമായിട്ടും സ്പിരിറ്റ്, എത്തനോൾ എന്നീ 2 വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാന്റാണ്. അപ്പോൾ കമ്പനി വാഗ്ദാനം വർഷം 18 കോടി ലിറ്റർ എത്തനോൾ എന്നാണ്. ഇപ്പോൾ ഒരു തുള്ളി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. ഒയാസിസ് വാഗ്ദാനം പാലിച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു തുള്ളി എത്തനോൾ പോലും മദ്യനിർമ്മാണത്തിന് കേരളത്തിന് പുറത്തുനിന്ന് എത്തേണ്ടി വരില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കാണ് നഷ്ടം? നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഞാൻ വായിച്ചില്ലേ, അവർക്കാണ് നഷ്ടം. ഈ പ്ലാന്റ് യാഥാർത്ഥ്യമായാൽ ഒരു തുള്ളി പോലും സ്പിരിറ്റ് പുറത്തുനിന്ന് കേരളത്തിലേക്ക് എത്തിക്കേണ്ടി വരില്ല. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ലാഭം, അതിനു പുറമെ GST വരുമാനം, അധിക ലാഭം കേരളത്തിന്. ഇതെല്ലാം മുടക്കാനും തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടക്കുന്നത്. ഒപ്പം ഇവിടെ ഇത്തരം പ്ലാന്റുകൾ വരുമ്പോൾ ആളുകൾക്ക് കിട്ടുന്ന ജോലി, തൊഴിലവസരം. അപ്പോൾ ശരിയായ വാർത്തയാണ്. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും രാഷ്ട്രീയം കയറി വന്നപ്പോൾ എതിരായ വാർത്ത പിന്നെ കൊടുത്തു തുടങ്ങി. അതിങ്ങനെ തുടരുകയാണ്. ഇന്നും വന്നിട്ടുണ്ട്. അത് സ്വാഭാവികവും പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. മാധ്യമങ്ങൾക്ക് തന്നെ ഇതിൻ്റെ കാര്യവും വസ്തുതയൊക്കെ അറിയാം. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രതിപക്ഷത്തെ സഹായിക്കുന്നു ചിലരൊക്കെ എന്ന് മാത്രമേ ഉള്ളൂ. വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ചോദ്യത്തിന് കൂട്ടിയുള്ള സമയം വേണം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവും. അങ്ങനെ ഒരു മോശം പശ്ചാത്തലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള കമ്പനി
കേരളം തെരഞ്ഞെടുക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു ആലോചന ഉണ്ടായിരുന്നു? വേറെ ഏതെങ്കിലും നല്ല അവരെ കുറിച്ച് നേരത്തെ പോലെ പരാതികൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. കേരളത്തിൽ അങ്ങനെ വല്ല ആരോപണം വന്നിട്ടുണ്ടോ? അല്ലല്ല, അത് നിങ്ങൾ ഉന്നയിച്ചവരല്ലേ, അത് പറയാതെ പോണ്ടെന്നേ. അത് പറയൂ, എന്താണ് ആരോപണം? അല്ല, എന്താ ഇവിടുത്തെ കാര്യം പറയൂ. അവിടുത്തെ കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്താ? കോൺഗ്രസ് BJPയും പറഞ്ഞത് ഇവർക്ക് ഡൽഹി മദ്യനയവുമായിട്ട് ബന്ധമുണ്ട്, ഇവരെവിടെ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ 3 സ്ഥലത്ത് 3 സംസ്ഥാനങ്ങളിലും അവർക്ക് പ്ലാന്റ് അനുവദിച്ചതാരാ? കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. അവർ ചെയ്യുന്നത് പോലെയല്ല ഞങ്ങൾ ചെയ്യുക, അതാണ് വ്യത്യാസം. ആ വ്യത്യാസമുണ്ട്. അല്ല, നിങ്ങൾ മറിച്ചുള്ള തെളിവ് കൊണ്ടുപോവാ, നിങ്ങൾ കൊണ്ടുപോവാ. ഞാൻ നിങ്ങളെയും വെല്ലുവിളിക്കുന്നു. പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു, അവർ ആയുധം വെച്ച് കീഴടങ്ങി. എന്നാൽ പിന്നെ മലയാള മനോരമയ്ക്കാവാം. ഒയാസിസ് കമ്പനിക്ക് ഈ അനുമതി കൊടുത്തത് അഴിമതി നടത്തിയിട്ടാണോ? പറയൂ, ആണോ? ഇപ്പം പറഞ്ഞോളൂ. അല്ല, അങ്ങനെ പറ്റില്ലല്ലോ. പുകമറയുണ്ടാക്കി പോരുത്. നിങ്ങൾ സംശയം അല്ലല്ല, അത് നിങ്ങളെ ഞാൻ ഇപ്പോൾ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് ഇപ്പം പറയേണ്ട, നാളെ പത്രത്തിൽ എഴുതിയാൽ മതി. പറയൂ. ഞാൻ ക്ഷണിച്ചതല്ല, ഞങ്ങളാരെയും ക്ഷണിച്ചിട്ടില്ല. ഒരു കാര്യം ഇതൊക്കെ മുട്ടാപ്പൊക്ക് ന്യായങ്ങളാണ്. ഈ ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് പറയില്ലേ, അതുപോലുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ പറയാം, അതിനേക്കാൾ നല്ലൊരു വിശേഷണം കാണുന്നില്ല. അതുകൊണ്ടാണ്. നോക്കൂ, ഞങ്ങളൊരു നയം പ്രഖ്യാപിച്ചു. ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്പനി അപേക്ഷ സമർപ്പിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ആ അപേക്ഷ പരിശോധനയുടെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ് വന്നു. അത് അനുവദിക്കാവുന്നതാണ്, നിയമാനുസൃതമാണ് എന്നവരുടെ പ്രപ്പോസൽ കണ്ടു, അംഗീകരിച്ചു. അതാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആ അനുമതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാരംഭാനുമതിയാണ്, എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അതിന് ചിലപ്പോൾ കാരണം എന്തായിരിക്കും അറിയാമോ? പറഞ്ഞ കാര്യം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിഗ്വിജയ് സിംഗിനും അമരീന്ദർ സിംഗിനും ഭൂപീന്ദർ ഹൂഡയ്ക്കും ഒക്കെ അവിടെ നിയമാനുസൃതമായ നടപടി എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. അവരെന്തെങ്കിലും നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധതയെ നേരിടാൻ അല്ലെങ്കിൽ അവർക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത കമ്മിറ്റ്മെൻ്റ് ഉണ്ടായി കാണും. അതുകൊണ്ട് അവരുടെ ശീലം വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ. ഇവർ കോൺഗ്രസ് അങ്ങനെ പറയുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടായിരിക്കും. അവിടെ ഇത്രയും കാലമായിട്ട് ഒരു മദ്യനിർമ്മാണം തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ഇങ്ങനെ സ്വകാര്യ ഗവൺമെന്റ് സ്ഥാപനം നിൽക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനം സമാന സ്വഭാവത്തിൽ, അപ്പൊ അതിനൊന്ന് സജീവാക്കാൻ എന്താ എക്സൈസ് വകുപ്പിന്? ഞാൻ അത് നിങ്ങൾ ചോദിക്കട്ടെ, എന്തായാലും ചോദിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതിയാണ് ആദ്യം പറയാതിരുന്നത്. 2022 ജൂൺ 13 മലബാർ ഡിസ്റ്റിലറീസിന് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനുള്ള 5 ലൈൻ IMFL കോമ്പൗണ്ടിങ് ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടും രണ്ടാണ്. മലബാർ ഡിസ്റ്റിലറി ചെയ്യുന്നതല്ല ഇവിടെ ചെയ്യുന്നത്. പ്രാഥമികമായിട്ടുള്ള ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? കേരളത്തിൽ ഒരു ഡിസ്റ്റിലറിയും എന്തുണ്ടാക്കുന്നില്ല? സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടല്ലേ മുഴുവൻ സ്പിരിറ്റും പുറത്തുനിന്ന് വരുന്നത്. ഇവിടെ ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് സ്പിരിറ്റ് കലർത്തുന്നു, പിന്നെ കുപ്പിയിലാക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി മുഴുവൻ പുറത്തുനിന്നാണ് വരുന്നത്. ഇവിടെയും മലബാർ ഡിസ്റ്റിലറിക്ക് അനുവദിച്ചിട്ടുള്ളത് എന്താ? ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് പ്ലാന്റാണ്, യൂണിറ്റിനുള്ള അനുമതിയാണ്. സ്പിരിറ്റ് ഉണ്ടാക്കാനുള്ളതല്ല. ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്താ? സ്പിരിറ്റും എത്തനോളും ഉണ്ടാക്കാനുള്ളതാണ്. അതാണ് പ്രധാനം. പിന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പറയാം. 25.9 കോടി രൂപയുടെ പ്രപ്പോസൽ 2024 ജൂലൈ 10 ആ പ്രപ്പോസലിന് ഭരണാനുമതി കൊടുത്തു. മലബാർ ഡിസ്റ്റിലറിയുടെ സാങ്കേതിക അനുമതി നൽകുന്നതിന്
ടാക്സസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായി ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. അവർ വൈകാതെ കെല്ല് സമർപ്പിച്ച പ്രപ്പോസൽ പരിശോധിക്കുന്നതിനായിട്ട് യോഗം ചേരും. സമിതിയുടെ ശുപാർശ അനുസരിച്ച് സാങ്കേതിക അനുമതി നൽകും. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ടാണ്. അല്ല, ഇതിന് ഈ നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള വൈകല്യമേ ഉള്ളൂ. നടപടിക്രമം ഇതിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെയല്ല. ഇവരുടെ പ്രപ്പോസൽ വന്നിട്ട് എത്ര കാലമായി? പ്രപ്പോസലിന് പ്രാരംഭാനുമതി കൊടുക്കാനും ഈ സമയം എടുത്തിട്ടുണ്ടല്ലോ. പ്രാരംഭാനുമതി കൊടുക്കാനും സമയം എടുത്തിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ നാൾ വഴികളുണ്ട് ഇവിടെ. അല്ലാണ്ട് ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി പിറ്റേ ദിവസം മന്ത്രി കൊണ്ടുപോയിട്ട് ക്യാബിനറ്റിൽ വെച്ചു എന്നൊക്കെ ശ്രീ വി.ഡി. സതീശന് പറയാം. പക്ഷെ രമേശ് ചെന്നിത്തല മന്ത്രി ആയിരുന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്ത് തോന്നലുണ്ടാവും എന്ന് അദ്ദേഹം ആലോചിക്കണ്ടേ? അങ്ങനെയല്ലല്ലോ. ഏതാണ്ട് 1.5 വർഷത്തോളം സമയമെടുത്തിട്ടല്ലേ പ്രാരംഭാനുമതി കൊടുത്തത്. പ്രാരംഭാനുമതിയാണ്. ഇവിടെ അങ്ങനെയല്ല. ടെക്നിക്കൽ സാങ്ഷൻ ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. പിന്നെ മലബാർ ഡിസ്റ്റിലറിക്ക് മദ്യം നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പുതിയൊരു വ്യാജ പ്രചരണം. പിന്നെ എന്തിനാ ഡിസ്റ്റിലറി? ഞാനിവിടെ കൊടുത്ത അനുമതി എന്താണെന്ന് പറഞ്ഞു. ബ്ലണ്ടിങ് ആൻഡ് ബോട്ടിലിംഗ് യൂണിറ്റിനുള്ളതാണ്. മദ്യം നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റിലറി നിർമ്മാണം പൂർത്തിയായാൽ മദ്യം നിർമ്മിക്കും. ജവാൻ ഉൽപ്പാദിപ്പിക്കുന്ന മലബാർ ഡിസ്റ്റിലറിക്ക് വെള്ളം കൊടുക്കാൻ ജലസേചന വകുപ്പിന് കഴിയുന്നില്ല. വേറൊരു നോണ. ഒന്നാമത് ജവാനാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ല, ഇവിടെ അത് അന്തിമ തീരുമാനമൊന്നും അക്കാര്യത്തിൽ എടുത്തിട്ടില്ല. ജവാൻ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ല ഷുഗേഴ്സിലാണ്, ട്രാവൻകൂർ ഷുഗേഴ്സിലാണ് തിരുവല്ലയിലെ. അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. അവിടെ ഉൽപ്പാദനം ഉറക്കി നടക്കുന്നുണ്ട്. ഇടയ്ക്കൊരു പ്രശ്നം വന്നത് ENA-യുടെയാണ്, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ലഭ്യതയാണ്. സ്പിരിറ്റിൻ്റെ ലഭ്യത കുറവ് മൂലം ഒരു പ്രശ്നം വന്നു. അത് പരിഹരിക്കാനാണ്. ഇടക്കാലത്ത് ഒരു പ്രശ്നം നമ്മൾ നേരിട്ടല്ലോ. സ്പിരിറ്റ് വരുന്നതിലൊരു തടസ്സം വന്നപ്പോൾ ഒരു പ്രയാസമുണ്ടായി. ഇനി ആ പ്രശ്നം വരില്ല. ഇവിടെ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർന്നില്ല, പറയട്ടെ. മലബാർ ഡിസ്റ്റിലറിയിൽ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ശുപാർശയാണ് ബെവ്കോ നൽകിയിട്ടുള്ളത്. അതാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ള ശുപാർശ. അന്തിമ തീരുമാനം സർക്കാർ പിന്നീട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലബാർ ഡിസ്റ്റിലറിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കൽ സാങ്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. പറഞ്ഞോളൂ, ഇനി ചോദിച്ചോളൂ. സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ ഒരു കുറവ് കാണുമല്ലോ. പിന്നെ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കട്ടെ. അതിന് മുമ്പേ ഇവിടെ സമരവും കോലാഹലവും അല്ലേ തുടങ്ങിയിട്ടുള്ളത്. ഉൽപ്പാദിപ്പിക്കട്ടെ. ഈ ഗ്രാമപഞ്ചായത്ത് ഒയാസിസിനെതിരെ പ്രമേയം പാസ്സാക്കിയതിന് ആഘോഷമാക്കി മാധ്യമങ്ങളൊക്കെ കൂടി അല്ലേ? ഇതേ മാധ്യമങ്ങളാണ് ഒരു സംരംഭകന് ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ വൈകിയതിൻ്റെ ഫലമായിട്ട് അനുമതി വൈകിയപ്പോൾ നേരെ പഞ്ചായത്തിനെതിരായിട്ടും തിരിഞ്ഞത്. കോട്ടയത്ത് കുറച്ചു കാലം മുമ്പ് ഓർക്കുന്നില്ലേ? ഇപ്പം ഈ ഇരട്ട റോളിലാണ് മാധ്യമങ്ങൾ കളിക്കുന്നത്. സംരംഭകന് വേണ്ടത്ര രേഖകളില്ലാത്തതുകൊണ്ട് അനുമതി വൈകിയപ്പോൾ പഞ്ചായത്തിനും സർക്കാരിനുമെതിരെ. ഇവിടെയോ സർക്കാർ അനുമതി കൊടുത്തപ്പോൾ സർക്കാരിന് എതിരെ പഞ്ചായത്തിൻ്റെ കൂടെ. രാഷ്ട്രീയം മാത്രമല്ലേ ഉള്ളൂ ഇക്കാര്യത്തിലെല്ലാം. രാഷ്ട്രീയമല്ലാതെ വേറെന്താണുള്ളത്? കഴിഞ്ഞ വർഷം ദാവോസിൽ പങ്കെടുക്കാതിരുന്നതിനെ വിമർശിച്ച മാധ്യമങ്ങൾ ഇത്തവണ ദാവോസിൽ വ്യവസായ മന്ത്രിയും കേരളത്തിലെ വ്യവസായ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുത്തപ്പോൾ അതിനെ വിമർശിക്കുകയാണ്. ഒറ്റ കൊല്ലത്തിൻ്റെ ഇടവേളയിലാണ് ഇത് രണ്ടും നടക്കുന്നത്. ദാവോസിൽ പോവാതെ കേരളം അവസരം നഷ്ടപ്പെടുത്തി. പോയപ്പോഴോ ഇപ്പോൾ പാഴ്ചെലവ്. ഇതാണ് സമീപനം എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു കിഴക്കമ്പലത്തെ ഒരു കമ്പനിയുടെ ഉടമ കേരളം വിട്ടു പോയപ്പോൾ എന്ത് ആഘോഷമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു മാധ്യമങ്ങൾക്ക്. ആഘോഷമായിരുന്നില്ലേ? സർക്കാരിനെതിരെ അടിക്കാൻ ഉപയോഗിച്ചില്ലേ? ഇപ്പോൾ ഇവിടെ വരുമ്പോഴോ ഇവിടുന്ന് ഓടിക്കാൻ മുമ്പിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അതല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ആ ഉടമ തെലങ്കാനയിൽ പോയിട്ട് ഇതുവരെ തുടങ്ങാൻ പറ്റിയോ? തുടങ്ങാനായോ? 25 കോടി ഇലക്ട്രൽ ബോണ്ടും കൊടുക്കേണ്ടി വന്നതിൻ്റെ വിവരം പുറത്തു വന്നല്ലോ. ആ അനുഭവമൊക്കെ വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് എത്ര കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങളുടെ ആരുടെയും പേര് അല്ലെങ്കിൽ CPIM-ൻ്റെ ഒന്നും പേര് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പട്ടികയിൽ കണ്ടില്ലല്ലോ. ആ വ്യത്യാസം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും.
അതുപോലെ പൊതുവെ എടുക്കുന്ന സമീപനം ഈ അവസരവാദപരമായ സമീപനമാണ്. ഈ സമീപനം പ്രതിപക്ഷം എടുക്കുന്നത് മനസ്സിലാക്കാം, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. മാധ്യമങ്ങൾ അങ്ങനെ എടുക്കാമോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഒരേ സമയം നിക്ഷേപത്തെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച്, വ്യവസായ സൗഹൃദമാവേണ്ടതിനെക്കുറിച്ച് ഒക്കെ പറയുകയും അതേസമയം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ളൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് ആലോചിക്കണം. എതിർക്കാൻ നമ്മുടെ നാട്ടിൽ കാരണങ്ങൾക്കൊന്നും ക്ഷാമമില്ല. ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാം. MP ആയിരിക്കുമ്പോഴാണ് ഒരു മറ്റേ നമ്മുടെ ഒരു സ്വകാര്യ വിൻ പ്ലാന്റ് കാറ്റാടി നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് നല്ല ഒരു പദ്ധതിയാണ്. അതിനെതിരെ ഈ പാലക്കാട് ജില്ലയിലാണ് വലിയ സമരം ആരംഭിച്ചു. സമരം നടത്തിയവർ പ്രചരിപ്പിച്ചത് എന്താണെന്നറിയാമോ? ഈ വിൻ പ്ലാന്റ് വന്നാൽ ആ പ്രദേശത്തെ ഭൂഗർഭജലം മുഴുവൻ വറ്റും, പിന്നെ അവിടുത്തെ പശുവിന് പാല് വറ്റും, കോഴിയും മൃഗങ്ങളും ചാവും. എൻ്റെ കയ്യിൽ രേഖയിരിപ്പുണ്ട്, ഞാൻ എൻ്റെ മുഴുവൻ കഥ നിങ്ങളോട് പറയാം. പിന്നെ വേറൊന്നും കൂടിയുണ്ട്, അവിടുത്തെ പുരുഷന്മാർക്കൊന്നും കുട്ടികളുണ്ടാവില്ല. ഈ പ്രചരണം എല്ലാം നടത്തി അവസാനം കളക്ടറേറ്റിൽ അന്നത്തെ കളക്ടറുടെയും കൂടി സാന്നിധ്യത്തിൽ ഞാനൊരു യോഗം വിളിച്ചു. ഈ എതിർക്കുന്നവരെ കൂടി വിളിച്ചിട്ട് ഈ സംരംഭകരെയും. ആ യോഗത്തിൽ ഈ ആശങ്കകളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതിനൊന്നും ഒരു ശാസ്ത്രീയ അടിത്തറ. അന്ന് ഞാൻ പാർലമെൻറ്റിലെ ഈ ഊർജ്ജകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ധാരാളം സോളാർ വിൻ പ്ലാന്റുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അനുഭവം ഒക്കെ വെച്ചിട്ട് പറഞ്ഞു, ഇതിനൊന്നും ഒരു അടിത്തറയുമില്ല, ശാസ്ത്രീയ അടിത്തറയുമില്ല. പിന്നെ നിങ്ങളുടെ ആശങ്കയല്ലേ, ആശങ്ക നമുക്ക് കണക്കിലെടുക്കാം. അതുകൊണ്ട് പാലക്കാട് IIT-യെ ഇത് പഠിക്കാൻ ചുമതലപ്പെടുത്താം. അപ്പോൾ തന്നെ ഞാൻ കൂട്ടിച്ചേർത്തു, അല്പം നാണക്കേടുള്ള കാര്യമാണ് ഇങ്ങനൊരു കാര്യം. വിൻ പ്ലാന്റ് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇത് പഠിക്കണമെന്ന് IIT-യോട് പറയുന്നത് കുറച്ച് നാണക്കേടുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ ആശങ്കയായതുകൊണ്ട് IIT-യെ ചുമതലപ്പെടുത്താം. കളക്ടർ രേഖാമൂലം ആവശ്യപ്പെട്ടു. ഞാൻ IIT ഡയറക്ടറോട് ഫോണിൽ ഞാൻ വിളിച്ചു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. അന്നത്തെ IIT ഡയറക്ടർ ഡോക്ടർ സുനിൽ കുമാർ, ഇപ്പം അദ്ദേഹം ഇവിടെ ഇല്ല. എന്തായാലും 1 മാസം കൊണ്ട് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. 1 മാസം കൊണ്ട് റിപ്പോർട്ട് IIT തന്നു. ആ റിപ്പോർട്ടിൽ ഇത് മുഴുവൻ അടിസ്ഥാനരഹിതമാണെന്നും ഒരു ശാസ്ത്രീയ അടിത്തറയുന്നില്ലെന്ന് IIT റിപ്പോർട്ട് തന്നു. വീണ്ടും ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഈ സംരംഭകരെയും ഈ സമര സമിതിക്കാരെയും വിളിച്ചു. അപ്പോൾ ഒരു സമരസമിതി നേതാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ റിപ്പോർട്ടൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത്. ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തന്ന റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. വിൻ പ്ലാന്റ് വന്നാൽ അവിടുത്തെ പുരുഷന്മാർക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ല എന്നും, പശുവിൻ്റെ പാല് വറ്റിപ്പോകുമെന്നും, കോഴിയും ആടും ചാവുമെന്നും, പിന്നെ ഭൂഗർഭജലം വറ്റിപ്പോകുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ആളെ ഇളക്കി വിട്ട് സമരമാണ്. ഈ സംരംഭകരാണെങ്കിൽ വായ്പ എടുത്തിട്ടാണ്, വായ്പ തിരിച്ചടയ്ക്കണം. IIT റിപ്പോർട്ട് തന്നാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ്. അവസാനം അവർക്ക് കോടതി പോകേണ്ടി വന്നു. ഇത് ഈ പാലക്കാട് ജില്ലയിലുണ്ടായ അനുഭവമാണ്. എനിക്ക് അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി. ഈ പാലക്കാട് ജില്ലയിലുണ്ടായ അനുഭവമാണ്. ഞാനതിൽ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംരംഭങ്ങളെ തുരത്താനും ഓടിക്കാനും നടക്കുന്നതെന്ന് നമ്മൾ കാണണം. അതേ സമീപനം മാധ്യമങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. നിങ്ങൾക്ക് അഴിമതി ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ക്രമക്കേടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അത്തരം കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളിതിൽ തുടക്കം മുതലേ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാണ്? നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നാടിൻ്റെ ഉത്തമ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് എന്ന ആത്മവിശ്വാസമാണ്. കമ്പനി വാങ്ങിയ സ്ഥലത്തിൽ ഒരു 6 ഏക്കറോളം നിലം കാണുന്നുണ്ട്. അത് കമ്പനി ഒരിക്കൽ അത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാൻ അപേക്ഷ കൊടുക്കുകയും പ്രാദേശിക നിരീക്ഷണ സമിതി തള്ളുകയും ചെയ്തിട്ടുണ്ട്.
മാത്രമല്ല വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ഈ സ്ഥലത്തിന്റെ തെക്ക് ഭാഗത്തോടുകൂടി തെക്ക് ഭാഗത്ത് 3.5 മീറ്റർ കനാൽ നികത്തി റോഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് നവംബറിലാണ്. പക്ഷേ സർക്കാർ തുടർ നടപടിയൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ നിയമവും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അല്ല, അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ പ്രസിഡന്റും ഭരണസമിതി അതിന് പറ്റുന്നവരല്ല എന്നാണ് അർത്ഥം. ഈ കാര്യങ്ങളൊന്നും അറിയുന്നവരല്ല, എല്ലാം സെക്രട്ടറി ഏൽപ്പിച്ചിരിക്കുകയാണ് എങ്കിൽ അവരതിന് പറ്റില്ലെന്ന് മാത്രമേ നടത്തുള്ളൂ. ലളിതമായിട്ടുള്ള കാര്യമല്ലേ. സ്വന്തം കഴിവുകേട് വിളിച്ചു പറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാനും ഉള്ള പറ്റുന്ന ആൾക്കാരെ പിന്നെ അതിന് തിരഞ്ഞെടുക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. സ്പിരിറ്റ് നിർമ്മാണശാല, അതെ, എത്തനോൾ സ്പിരിറ്റ്. തീർച്ചയായിട്ടും അത്രയല്ലേ ആവശ്യം വരുന്നുള്ളൂ. ഒരു കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയും എന്തെങ്കിലും സംശയം നിങ്ങൾ ഇപ്പം തന്നെ തീർത്തേക്കാം. ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കുന്ന പ്രശ്നമില്ല. ഒരു തുള്ളി. അതിപ്പം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തിട്ടുണ്ടല്ലോ, മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ. ഞാനല്ലല്ലോ പറയേണ്ടത്. കൃഷിയും കുടിവെള്ളത്തിനും ഒരു പ്രശ്നവും വരില്ല എന്ന് മുഖ്യമന്ത്രിയും നിയമസഭയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വ്യവസായത്തിനും മറ്റുള്ളതിനൊക്കെ കൃത്യമായിട്ട് വെള്ളം നൽകുന്ന വാട്ടർ അതോറിറ്റിക്ക് നൽകുന്ന 96 MLD ആണ് പറയുന്നത്. 96 MLD വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നതായിട്ട് അവിടെ പറയുന്ന സമയത്ത് കൃഷിക്ക് ഇവർ പറയുന്നുണ്ട് കുടിവെള്ളത്തിന് ഒരിക്കലും വേനലിന് പോലും വരൾച്ച സമയത്ത് പോലും മുടക്കം വരാറില്ല. കാരണം ഈ 96 MLD എപ്പോഴും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കൃഷിക്കൊക്കെ കുറഞ്ഞാലും ഈ 96 MLD കാര്യത്തിൽ കൃത്യമായിട്ട് ഉറപ്പാക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്. അപ്പൊ അവിടെ കർഷകരല്ലേ വെള്ളം കുറയുക, അതായത് ഈ 96 MLD കുറവ് വരുന്നില്ല. അപ്പൊ വ്യവസായത്തിന് ഈ പറയുന്ന ഇപ്പോൾ വരുന്ന സ്പിരിറ്റ് നിർമ്മാണശാലയാണെങ്കിൽ അതിന് പോലും കൃത്യമായിട്ട് വെള്ളം കിട്ടും. സ്പിരിറ്റ് നിർമ്മാണശാല ഞാനിപ്പോൾ ഒരു കണക്ക് കൂടി പറയാം. ഒരു പത്രം ഒരു കണക്ക് കൊടുത്തിരുന്നല്ലോ. അതെ, ക്യൂബിക് മീറ്ററും ദശലക്ഷം ഒക്കെ വെച്ചിട്ട് കണക്കുണ്ടായിരുന്നല്ലോ. അതാരോ ഒരാൾ സാമൂഹിക മാധ്യമത്തിൽ എഴുതി കണ്ടു. നമ്മൾ 1 രൂപ ചെലവഴിച്ചു എന്ന് നമ്മൾ പറയും, ചിലർ 100 പൈസ ചെലവഴിച്ചു എന്നേ പറയും. അപ്പോൾ 100ആണല്ലോ വലുത്. അപ്പം അതുപോലൊരു കണക്കൂടെ കൊടുത്തിരുന്നല്ലോ. യഥാർത്ഥത്തിൽ മലമ്പുഴയിലെ സംഭരണ ശേഷിയുടെ 0.0001% മറ്റോ മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന വെള്ളം, അല്ലേ? അത് കിൻഫ്രയ്ക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുന്നതിൽ നിന്നാണ് അവർ എടുക്കുക. പിന്നെ അവർ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തും. ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. അടിസ്ഥാന വസ്തുതയുടെ കണിക പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളെല്ലാവരും പിന്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിത് പാലക്കാട്ട് കാര്യങ്ങളൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ടാണ് നടത്തിയത്. ഈ പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ കാര്യം ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് നിങ്ങളെ കണ്ടത്. നിങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്തതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞ അതായത് അതുകൊണ്ട് പെട്ടെന്ന് പോകണം. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കണം. അതെ, ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കുക. ഈ പറഞ്ഞ മറ്റേ കർണാടകയിലെ മന്ത്രിയുടെ കാര്യമൊന്നും പറയാൻ മറക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷവും BJPയും ചേർന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നാട് മുടിക്കാനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു കാര്യം ഈ നാട്ടിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന മനോഭാവമാണ്. അതിന് കനത്ത തിരിച്ചടി കിട്ടും. എത്ര കാലം ഈ കള്ളം പറഞ്ഞ ആളുകളെ കബളിപ്പിക്കാം? എത്ര കാലം? ഭൂഗർഭജലം എടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അല്ല, അനുവദിക്കും എന്ന് രമേശ് ചെന്നിത്തലയാണോ പറയുക? ശ്രീ VD സതീശനാണോ അത് പറയേണ്ടത്? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താ? അവരാഗ്രഹിച്ചാൽ പോലും ഇനി സമ്മതിക്കില്ല. എനിക്കത്രേ പറയാനുള്ളൂ. ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും ഈ കമ്പനി ഭൂഗർഭജലം ഊറ്റണമെന്ന് ആഗ്രഹിച്ചാലും നടപ്പില്ല. അവസാനിപ്പിക്കാം അല്ലേ?